ബി ജയരാജ്, ഇപ്പോൾ ഈ തോൽവി ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ആ ഉപദേശം ഞങ്ങൾക്ക് തന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 40 സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. സർ, നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക. ആകെയുള്ള 28 സീറ്റിൽ 19 സീറ്റും BJPയും സഖ്യകക്ഷികളും നേടുന്നു. ശ്രീ KP നൗഷാദ് അലി, മുഖ്യമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചത് താങ്കൾക്ക് വേണ്ടിയാണ്. അതായത് പാർട്ടിക്കകത്ത് നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ്, അവർ നേർക്കുനേർ പോർമുഖം തുറന്നിരിക്കുകയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്ന് CPMലെ നിലവിലെ സാഹചര്യത്തെ വിമർശിക്കുന്നത് കണ്ടു. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സഭയിൽ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ശ്രീ KP നൗഷാദ് അലി, അങ്ങനെ ഗുരുതരമായ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷകൾക്ക് ചില പരിധികളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 വോട്ടിംഗ് പാറ്റേൺ ആണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എത്രത്തോളം ഇടതുമുന്നണിക്ക് അനുകൂലമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തോൽവിയുടെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയോട് രാജി ആവശ്യപ്പെടുക, CPMനകത്ത് നേതാക്കൾ തമ്മിൽ പോർമുഖം തുറന്നുവെന്ന് പറയുക, കോൺഗ്രസ് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകങ്ങൾ, ആ പദാനുപദമായിട്ടൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഹിമാചൽ പ്രദേശിൽ അവിടെ 6ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ 4 വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ ഭരണം നിലനിർത്തുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. രണ്ടാമതായിട്ട് കർണാടകയിൽ 30%-ലധികം സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സംസ്ഥാനങ്ങളിലെ സാഹചര്യമായിട്ട് പിണറായി വിജയന് യാതൊരു സാമ്യവുമില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. രണ്ടാമതായിട്ട് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഇടതുപക്ഷ സ്വഭാവം സമ്പൂർണ്ണമായിട്ട് കൈവെടിഞ്ഞ ഒരു പാർട്ടിയായിട്ട് ജനങ്ങൾ അവരെ വിലയിരുത്തുന്നുണ്ട് ഇന്ന്. അത് CPMനെ പിന്തുണച്ചു പോരുന്ന വലിയ ജനവിഭാഗങ്ങൾ പോലും അത് വിലയിരുത്തുകയാണ്. ഒരുപക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ CPM തകർന്നടിഞ്ഞതിൻ്റെ അതേ പാതയിൽ ഒരുപക്ഷെ അതിനെ വെല്ലുന്ന രീതിയിൽ കേരളത്തിലെ CPM കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ചും ഈ തുടർഭരണാനന്തരം മുന്നോട്ട് പോകുന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏതൊരു പാർട്ടിയും ആ പാർട്ടിക്കകത്തൊരു ആഭ്യന്തര നവീകരണമാണ് ആ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള മികവിനെയും നിശ്ചയിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ CPMൽ അത്തരമൊരു സാഹചര്യമില്ല. അതൊരു കെട്ടിക്കിടക്കുന്ന ജലാശയമായിട്ട് CPM മാറിക്കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നീരൊഴുക്കുള്ളതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ, അല്ലെങ്കിൽ കരുതുക വയ്യ. അത്തരമൊരു സാഹചര്യം അവിടെ ഇല്ല. രണ്ടാമതായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം CPMൽ പിണറായി വിജയൻ എന്ന വാഴുന്നോർക്ക് കൈകളിൽ വളയിടിക്കാനും അവിടെ സ്തുതിഗീതികൾ ചമക്കാനും ഒക്കെ ഉള്ളൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഇല്ല. കാരണം പിണറായി വിജയനെ വിശേഷണ പദങ്ങൾ കൊണ്ട് മൂടാനും അത്തരത്തിലുള്ള ഗീതികൾ ചമക്കാനും ഒക്കെ ഇത് ഉപമയ്ക്കപ്പുറത്ത് അതിവിടെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സൂചനകളും അനുഭവ ഭേദ്യങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുകയും സാക്ഷിയാവുകയൊക്കെ ചെയ്യുന്ന ഞാനൊരു കാര്യം അതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞോളൂ. അതിനിടയിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഞാനതാ പറഞ്ഞത്, ലോക്സഭയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ CPIMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിജയപ്രതീക്ഷകൾക്ക് ഒരു അതിരിടാം. കാരണം കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആ നിലയ്ക്കാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനാണ് പ്രതിപക്ഷം? ഇവിടെ നിങ്ങൾ ഈ ലോക്സഭയിലെയും നിയമസഭയിലെയും വോട്ടിംഗ് പാറ്റേണിനെ CPM അഭിസംബോധന ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് എനിക്കത് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ ചൂഷണം ചെയ്യാൻ എല്ലാ കാലത്തും ശ്രമിക്കുന്നു. 2016 കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും വരുമെന്ന് പറയുന്നു. 2021 ആയപ്പോൾ ഇസ്ലാമോഫോബിയ കണക്കിലെടുത്ത് കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനുമാണ് എന്ന് പരസ്യമായിട്ട് പറയുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിന് CPM മുതിരുന്നു. ഇത്തരത്തിൽ ഓരോ സമുദായങ്ങളെയും അഭിമുഖീകരിച്ചും അഭിസംബോധന ചെയ്തും പ്രീണിപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് വിജയം ലഭിക്കുമെന്ന വങ്കത്തത്തിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM എത്തിച്ചേർന്നിരിക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പൊളിഞ്ഞു പാളീസായിപ്പോയി. അവരെ സംബന്ധിച്ചിടത്തോളം നയങ്ങളില്ല, നിലപാടുകളില്ല, ഭരണ നേട്ടങ്ങളില്ല, കാഴ്ചപ്പാടുകളില്ല. പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാനുള്ളൊരു വൊക്കാബുലറി പോലും വശമില്ലാത്ത മെയിൽ ഷോവനിസത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായി വിമർശനത്തിന് നേരെ അസഹിഷ്ണുക്കളാവുന്ന, തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പോലും ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുമെന്ന അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഭാവമില്ലാത്തവണ്ണം പെരുമാറുന്ന സ്റ്റാലിനിസ്റ്റുകൾക്ക് ഒരിക്കലും ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല ഗോപികൃഷ്ണ. അധികാരത്തിൻ്റെ അമിത പ്രയോഗം ഒരു കാലത്തും ഈ രാജ്യത്തെ അല്ല ജനാധിപത്യ ലോകത്ത് ഒരു ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ തീർത്തും മോഡി ശൈലിക്ക് ആനുപാതികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് സമാനമായൊരു തിരിച്ചടിയാണ് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ CPMനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് എത്രത്തോളം ആളുകൾക്ക് ഇതിനെതിരെ ഒരു സാർത്ഥകവും ക്രിയാത്മകവുമായ നിലപാടുകൾ എടുത്ത് ഇതിനെ തിരുത്തിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. പിണറായി വിജയൻ പറയുന്ന ഒരു ന്യായീകരണമാണ് അതിനൊക്കെ CPMന് കഴിയാത്തൊരു സ്ഥിതി വരുന്നത്. അതുകൂടി പറഞ്ഞാൽ നിർത്താം. കാരണം അദ്ദേഹം പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉടനീളം വേട്ടയാടിയിട്ടും ഞാൻ തളരാതെ പിടിച്ചു നിന്ന് CPMൻ്റെ സെക്രട്ടറിയായി വിജയത്തിലേക്ക് നയിച്ചു. അതിന് സമാനമായ മറ്റൊരു എപ്പിസോഡാണ് അരങ്ങേറുന്നത് എന്ന് അദ്ദേഹം മുൻകാലത്തോട് ഈ കാലത്തെ ചേർത്ത് വെക്കുകയാണ്. അത് തന്നെയാണ് CPMൻ്റെ ഏറ്റവും വലിയ വാരിക്കുഴി. ആ വാരിക്കുഴിയിൽ വീണ CPM എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വത്തെ ബാധിക്കും. ഞങ്ങളൊരു CPM വിമുക്ത കേരളം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഈ ജനാധിപത്യ മണ്ഡലത്തിൽ CPMനും അവരുടേതായ റോളുകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്, അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ CPMൻ്റെ മുകളിൽ അനിഷേധ്യമായ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിലും അവരില്ലായ്മ ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയൻ അവർക്ക് ഉദകക്രിയ ചെയ്യാനുള്ള വലിയ തോതിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ആരോപണങ്ങൾ തന്നെ CPM എന്ന പാർട്ടിയുടെ ഇഥംപ്രഥമമായ ചരിത്രത്തിലെ നടാടയുള്ളൊരു കാര്യമാണ്. അതിനുപോലും വിടുവേല ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ 10,000-കണക്കിന് CPMൻ്റെ പ്രവർത്തകർ നിർബന്ധിതമാകുമ്പോൾ തീർച്ചയായിട്ടും CPMല് പലതും ചീഞ്ഞു നാറുന്നുണ്ട്. അതൊക്കെ ഇത്തരത്തിൽ അടക്കി പിടിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് പൊട്ടിത്തെറിയിലേക്ക് പോകും. അതിനിടയിൽ അവർക്ക് സൽബുദ്ധി തോന്നിയാൽ നന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാം.